പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ മഞ്ചിൽ കടന്നു വന്ന ഈ സായം സന്ധ്യയിൽ ഒരു പ്രാവശ്യമുള്ള ദൈവജനം സംസാരിപ്പാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ റോസ്ലിൻ സുരേഷ് ഈറോഡ്, മറ്റ് അഡ്മിൻസ്, മറ്റ് മെമ്പേഴ്സ് എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ, ക്രിസ്തുവേശുവിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയരെ, ഒരു പാട്ടുപാടി വചനഘോഷത്തിൽ പോകാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒരു ഹിന്ദി പാട്ടിൽ 4 ലൈൻ. जुड़ गए उस खुदा से जुड़ गए, मिल गए उस खुदा से मिल गए, जुड़ गए उस खुदा से जुड़ गए, मिल गए उस खुदा से मिल गए. प्रेम को देखा था मैंने उसके, अपना बेटा दे दिया उसने. प्रेम को देखा था मैंने उसके, अपना बेटा दे दिया उसने. भागे उसको हम भागे, मिल गए उस खुदा से मिल गए उस खुदा से मिल गए उस खुदा से मिल गए. दूरी बना ली थे मैंने उससे, फिर भी चला आया करीब मेरे. दूरी बना ली थे मैंने उससे, फिर भी चला आया करीब मेरे. आ गए हम करीब आ गए, मिल गए उस खुदा से मिल गए उस खुदा से मिल गए उस खुदा से मिल गए. बहा दिया खून क्रूस पर उसने, पास ले आया यीशु अपने. बहा दिया खून उस पर उसने, पास ले आया यीशु तो उसने. हो गए हम उसके, हम हो गए उसके, हम हो गए. जुड़ गए उस खुदा से जुड़ गए, मिल गए उस खुदा से मिल गए. प्रेम को देखा था मैंने उसके, अपना बेटा था दिया उसने. प्रेम को देखा था मैंने उसके, अपना बेटा दे दिया उसने. भागे अब उसको हम भागे, मिल गए उस खुदा से मिल गए उस खुदा से मिल गए उस खुदा से मिल गई. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഈ സായം സന്ധ്യയിൽ ഒരു പ്രാവശ്യം കൂടി വചനവുമായിട്ട് നിങ്ങൾ മുമ്പിൽ നിൽക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം എന്നെയും സഹായിച്ചു. എൻ്റെ വചനഘോഷത്തിന് ആധാരമായ ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിൻ്റെ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ വചനവുമായി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ എഴുതിയിരിക്കുന്നത്, നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്ന കൽപ്പന പുറപ്പെട്ട് നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. 6:10 പറഞ്ഞ വാക്യം, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ
കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു പോന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രിയരെ, ഒരു രേഖ ഇവിടെ ദാനിയേലിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ആ രേഖയിൽ പറഞ്ഞ അനുകൂലമായ കാര്യങ്ങളല്ല, ആ രേഖയിൽ ദാനിയേലിന്റെ ജീവൻ എടുക്കുന്ന ഒരു വലിയ രേഖയാണ് അവിടെ ദാനിയേലിന് മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ദാനിയേലിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നാം സ്വയം ദാനിയേലിനായിട്ട് മാറണം. കാരണം ബൈബിളിൽ പറയുന്ന ഓരോ ഘടന, ഇൻസിഡന്റ്, സംഭവങ്ങളും അത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നാം തന്നെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വരുന്ന ഉയർച്ചകളും താഴ്ചകളും നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടാ പോകുന്നത്, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കും, ഉപവസിക്കും, ദൈവസന്നിധിയിൽ നമ്മൾ അധികം സമയം ചെലവഴിക്കും. എന്നാൽ പ്രശ്നങ്ങളും ചിലപ്പോൾ കൂടിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങൾ ചിലപ്പോൾ പരിഹരിക്കപ്പെടുന്നില്ല. പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പലപ്പോഴും കൊണ്ടുവരാൻ കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ ആശ്വാസം കൊടുക്കും, പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പോലും പ്രശ്നങ്ങൾ കൂടിക്കൂടി ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ പ്രവാചകനാകുന്ന അതെ നമുക്കറിയാം, പ്രവാചകന്റെ മുമ്പിൽ ഒരിക്കൽ നയമാൻ വന്നു. നയമാൻ ഭരണകർത്താവാണ്. പക്ഷേ നയമാനോട് പ്രവാചകൻ പറഞ്ഞെന്താണെന്നറിയാമോ? നീ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങാനാണ് പറഞ്ഞത്. അദ്ദേഹം മർമറിഞ്ഞു. അദ്ദേഹം കുറച്ചൊക്കെ പിറുപിറുക്കാൻ തുടങ്ങി. ഞാൻ രോഗസൗഖ്യത്തിനാണ് വന്നത്, എന്നോട് പ്രവാചകൻ പറയുകയാണ് യോർദാൻ നദിയിൽ പോയി 1 പ്രാവശ്യം 7 പ്രാവശ്യം മുങ്ങണം. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ദൈവത്തിൻ്റെ ആജ്ഞകൾ, കൽപ്പനകൾ, ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? നാം ആ ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ പൂർണ്ണമാക്കാതെ നമുക്ക് വിടുതൽ ഉണ്ടാകില്ല. പ്രിയം, 1 പ്രാവശ്യം മുങ്ങോട്ടൊന്നും കാര്യമില്ല. 2 പ്രാവശ്യം മുങ്ങോട്ട് നമ്മൾ ശരീരത്തിൽ നോക്കേണ്ട കാര്യവുമില്ല. 7 പ്രാവശ്യം പറഞ്ഞ 7 പ്രാവശ്യം മുങ്ങണം. നമുക്കറിയാം, ഇവിടെ മറിയോട് കർത്താവ് ഒരിക്കലും ഒരു കാര്യം പറയുന്നതറിയാമോ? നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം നീ കാണും. ഇന്നിൻ്റെ ഏത് വിഷയങ്ങളാവട്ടെ, ഏത് പ്രശ്നങ്ങളാവട്ടെ, എന്താണ് വേണ്ടത്? നമുക്ക് വിശ്വാസമാണ് വേണ്ടത്. നാം ദൈവസന്നിധിയിൽ ഉറച്ച് വിശ്വസിച്ചാൽ, നമ്മൾ ഏത് വിഷയത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഏത് വിഷയമായിട്ടാണ് നമ്മൾ ദൈവത്തോട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്, ഞാൻ പറയട്ടെ, അതിന് മറുപടിയുണ്ട്. പക്ഷേ നാം ദൈവത്തിൻ്റെ അരുളപ്പാടാൽ വചനം പറയുന്ന പോലെ നമ്മൾ കേൾക്കണം. നമ്മുടെ വിശ്വാസം അത് ക്ലോക്കിൻ്റെ പെൻഡലം പോലെ ആടുന്നതാവരുത്. നമ്മുടെ വിശ്വാസം ഉറച്ചതായിരിക്കണം. അതാണ് കർത്താവ്, നീ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. ഏത് വിഷയത്തിലായാലും പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം നമ്മൾ അത് ഉറച്ചു നിൽക്കണം, അത് ഉറച്ചതായിരിക്കണം. നമുക്കറിയാം, അങ്ങനെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന് എല്ലാം അസാധ്യമാണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പലപ്പോഴും നമ്മൾ ഭയപ്പെടും, പലപ്പോഴും നമ്മൾ ഭീതിപ്പെടും, അയ്യോ എങ്ങനെ മുൻപോട്ട് പോകും. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ദൈവവും ആ ദൈവത്തിനെല്ലാം അസാധ്യമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്കറിയാം, ദാനിയേലിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, യഹൂദ പ്രവാസിയായ ദാനിയേൽ ഇന്ന് എവിടെയാ? ബാബിലോണിലാ. ജോലി കൊട്ടാരത്തിലാ. ചില നമുക്കറിയാം ജോലി ചെയ്തും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരുണ്ട്. എന്നാൽ ദാനിയേൽ ജോലിക്കിടയിൽ പോലും ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ദാനിയേൽ മറച്ചു വെച്ചില്ല. വെളിപ്പെടുത്താനുള്ള അവസരങ്ങൾ ദാനിയേലിന്റെ ജീവിതത്തിൽ ഉണ്ടായി. ചിലരങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോഴും മറുനാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തെ അങ്ങ് മറക്കും. പിന്നെ ദൈവമൊന്നും വേണ്ട. അവരെ ഏത് സ്ഥലത്ത് ചെന്നാലും ആ സ്ഥലത്തിൻ്റെ രീതി അനുസരിച്ച് അവരങ്ങ് ജീവിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ ദാനിയേൽ ചെയ്തെന്നറിയാമോ? അന്യ സംസ്ഥാനത്ത്, അന്യദേശത്ത് വന്നുവെങ്കിലും ദാനിയേൽ ദൈവത്തെ മറച്ചു വച്ചില്ല. ദൈവത്തെ വെളിപ്പെടുത്തേണ്ട സന്ദർഭത്തിൽ ദാനിയേൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇവിടെ നമുക്കറിയാം, ദൈവപ്രമാണം അതേ ദാനിയേൽ അവിടെ ഈ മുറുകെ പിടിച്ചു. ആരോടും പറഞ്ഞില്ല. തൻ്റെ വിശ്വാസം വേറെയാണെന്നൊന്നും പറയാൻ പോയില്ല. ഇവിടെ കൊട്ടാരത്തിൽ പാർത്തിട്ടും എന്തെടുത്തു? ഒന്ന്, വിശുദ്ധമായ ഒരു ജീവിതം അവൻ നയിക്കുക. അവന്റെ വിശുദ്ധിക്ക് ഒരു കുറവും വന്നില്ല. അതുപോലെ ദൈവത്തിന്റെ പ്രിയപുരുഷനും ദൈവത്തിന്റെ സാക്ഷ്യപത്രം ലഭിച്ചവനും ആയിരുന്നു അവൻ. ദൈവം ചിലരെ പ്രത്യേക പേരോടുകൂടി വിളിക്കും.
ദാവീദിനെ പറ്റി പറയുമ്പോൾ ദൈവത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആഗ്രഹപ്രകാരം ജനിച്ചവനാണ് ഈ ദാവീദ്. അങ്ങനെ ദൈവം ചിലരൊക്കെ ദൈവം പ്രിയപ്പെട്ടതായി ദൈവത്തിന്റെ അടുത്ത് വിളിക്കാറുണ്ട്. എല്ലാവരോടും ഒരുപോലെ അല്ല, മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. നമുക്കറിയാം, ഒരു അപ്പന് 2-3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയാ. പക്ഷേ ചില പ്രത്യേക ചില പ്രത്യേക സിറ്റുവേഷനിൽ എല്ലാ പിള്ളേരൊന്നും വിളിക്കല്ല, ചിലരെ വിളിക്കുള്ളൂ. മോനെ നീ ഇങ്ങ് വന്നേന്ന് വിളിക്കും. ആ അപ്പന്റെ മാധുര്യമേറിയ ആ വിളിക്ക് വേണ്ടിയാണ് പ്രിയമുള്ളവരെ നാം ചെവിക്കൊള്ളേണ്ടത്. അതാണ് മക്കളും പ്രിയ മക്കളും എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കാം, സാക്ഷ്യപത്രം ലഭിച്ചു. തന്റെ ജീവിതത്തിൽ ശത്രു ജീവനെടുക്കുന്ന ഒരു അവസ്ഥയാണ് കടന്നു വന്നത്. എന്നാൽ ദാനിയേൽ ചെയ്ത തന്റെ ജീവൻ എത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായാലും താൻ അടിപതറിയില്ല. തന്റെ വിശ്വാസത്തെ തെല്ലിപോലും കുറച്ചില്ല. നമുക്കറിയാം, ദാനിയേൽ ഉറച്ചു. ദാനിയേൽ 6:10 എന്റെ കുറിവാക്യമാണ്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി അവൻ പ്രാർത്ഥിക്കുകയാണ്. അത് അവന്റെ ഡെയിലി റൂട്ടീനാ. മുട്ടുകുത്തി അവൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ചിട്ടയായി സിസ്റ്റമാറ്റിക്കായി ക്രമീകൃതമായ ഒരു ജീവിതമായിരുന്നു ആരുടേത്? ദാനിയേലിന്റെ. ചിട്ടയായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. 9:23 എഴുതിയിരിക്കുന്നു, നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാത്രകളുടെ ആരംഭത്തിൽ തന്ന കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദാനിയേൽ നമുക്കറിയാം, ദൈവത്തോട് കൂടുതൽ അടുത്തപ്പോൾ, ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിച്ചപ്പോൾ ദാനിയേൽ ആരായിട്ട് മാറുകയാണ്? ദൈവത്തിന്റെ പ്രിയപുരുഷനായിട്ട് മാറുകയാണ്. ഒരുപക്ഷെ ഒന്നും ലഭിച്ചില്ല, ഒരുപക്ഷെ നിനക്കൊന്നും ലഭിക്കില്ലായിരിക്കാം. പക്ഷേ നിന്റെ വിശ്വാസവും നിന്റെ ദൈവത്തോടുള്ള നിന്റെ ബന്ധവും നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ദൈവമായിട്ട് നീ ചേർന്ന് തന്നെ പോകണം. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കൊരു മറുപടി ദൈവം തരും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിനക്ക് വേണ്ടി കണ്ണ് തുറക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുമെന്ന് നീ വിശ്വസിക്കണം. താൽക്കാലികമല്ല വിശ്വാസം. ആ വിശ്വാസം ഉറച്ചതായിരിക്കണം. ദൈവത്തോടൊപ്പം നീ യാത്ര ചെയ്യണം. ഇവിടെ നോക്കുക, ശത്രു ദാനിയേലിനെ തോൽപ്പിക്കുവാൻ ഒരു വലിയ തന്ത്രം ആവിഷ്കരിക്കുക, ഒരു പ്ലാൻ, ഒരു ട്രാപ്പാ. ശത്രുവിന്റെ ഏക ലക്ഷ്യം വിശ്വാസത്തിൽ മുന്നിൽ നിൽക്കുന്ന പോരാളിയായ ദാനിയേലിനെ ഇല്ലാതാക്കണം. ദാനിയേൽ 6:4 എഴുതിയിരിക്കുന്നത്, ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. അവരെല്ലാം അന്വേഷിക്കുക, ഈ മനുഷ്യനെ ഇല്ലാതാക്കണം. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർ കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടില്ല. 6:5 വായിക്കുമ്പോൾ നാം കാണുന്നത് 6:6, രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയെ അല്ലാതെ യാതൊരു ദൈവത്തോടോ മനുഷ്യരോടോ ആരെങ്കിലും അപേക്ഷിച്ചാൽ അവനെ സിംഹക്കുഴിലിട്ടുകളയും എന്നൊരു രാജനിയമം നീ നിശ്ചയിക്കണം. അവസാനം അവർ കണ്ടെത്തി എന്താണെന്നറിയാമോ? അവന്റെ വിശ്വാസത്തെ കയറി പിടിച്ചു. ഡ്യൂട്ടിയൊക്കെ അവൻ ഇമാൻദാരായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആളാണ്. നമുക്കറിയാം, സ്കൂളിലോ ഹോസ്പിറ്റലിലോ ഒക്കെ ഫാക്ടറി ജോലി പഞ്ചുകളായിരിക്കണം. നമ്മൾ സമയത്ത് ചെല്ലണം. അവിടെ ചുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി കഴിയുമ്പം പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. അതെല്ലാം അവിടെ അതിനൊക്കെ ക്രമീകരിക്കപ്പെട്ട സമയങ്ങളുണ്ട്. എന്നാൽ ദാനിയേലിനെ അവർ പരിശോധിച്ചപ്പോൾ അവന്റെ ഡ്യൂട്ടി കാര്യത്തൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവൻ ഒരു കുറവുണ്ട്. എന്താണ് ആ കുറവെന്നറിയാമോ? അവൻ ദൈവത്തിൽ അങ്ങ് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാ. മനസ്സിലായോ? ശകലം സമയം കിട്ടിയ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോൻ അവൻ ആഗ്രഹിച്ചില്ല. അല്പസമയം കിട്ടിയ അവൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവന് സമയം ചെലവഴിച്ചവനാ. അവന് ടൈം പാസ് ഒന്നും വേണ്ട. ദൈവസന്നിധിയിലാണ് അവന്റെ വിനോദം, ദൈവസന്നിധിയിലാണ് അവന്റെ വിശ്രമം. പ്രിയരെ, എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? ദാനിയേലിനെ തകർക്കുവാൻ ശത്രു കടന്നു വരികയാണ്. അവന്റെ വിശ്വാസത്തെ കയറി പിടിച്ചു. എന്നിട്ട് അവർ ഒരു രേഖ ഉണ്ടാക്കി. എന്താണ് ആ രേഖ? ഇന്ന് മുതൽ 30 ദിവസത്തേക്ക് മറ്റൊരു ദേവനെ ആരാധിക്കുവാൻ പാടില്ല. ആരാധിക്കേണ്ടത് ആരെയാണ്? രാജാവിനെ മാത്രം.
ദാനിയേലിന്റെ വിശ്വാസത്തെ തകർക്കണം പ്രിയമുള്ളവരെ. ദാനിയേൽ ഭയന്നോ? ഇല്ല. ദാനിയേലിന്റെ പുസ്തകം 6:10 എഴുതിയിരിക്കുന്നത്, ദാനിയേൽ ഇതറിഞ്ഞപ്പോൾ അവൻ കുലുങ്ങിയില്ല. അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളികമുരുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപ് ചെയ്തതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു വലിയ മല, ഒരു ശത്രു അവനെ തകർക്കാൻ മുന്നേ നിൽക്കുക. അവൻ ഭയന്നില്ല, അവൻ ഓടിയില്ല, അവൻ മയങ്ങിയില്ല, അവൻ തകർന്നില്ല. അവൻ എന്തെടുത്തു? അവനൊരു വിശ്വാസമുണ്ട്. അവൻ ആ ഡെയിലി പ്രാർത്ഥിക്കുന്ന രീതിയിൽ അവൻ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോയി. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ, മറ്റ് സമാധാനത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ വിശ്വാസം തെന്നി മാറി പുറകിപ്പോവും. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നിന്റെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുക. നീ എത്രമാത്രം ഉറച്ചു നിൽക്കുന്നവളാ അല്ല നിൽക്കുന്നവനാ? ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവം ഒബ്സർവ് ചെയ്യുന്നത്. ഇതാണ് ദൈവം പരിശോധിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, നോക്കിയേ, പത്മോസ് ദ്വീപിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ കർത്താവിൻ്റെ ആ ശിഷ്യൻ അപ്പോസ്തലൻ യോഹന്നാൻ ഏകാന്തവാസമാണ്. അവിടെ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? അവിടെ ഇരമ്പിപ്പായുന്ന കടൽ, സമുദ്രം, വന്യമൃഗങ്ങളുടെ ശബ്ദം, അതുപോലെ തന്നെ ജീവൻ പോകുന്ന, അത് വിശക്കുന്ന വന്യമൃഗം ഏത് സമയത്തും കർത്തദാസനെ അറ്റാക്ക് ചെയ്യും. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകം 1:10 നമ്മൾ വരും കാണുന്നത് എന്താണെന്നറിയാമോ? കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഇവിടെയാ പ്രശ്നം. നിന്റെ പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ, നിന്റെ വിഷയങ്ങൾ എന്തും ആവട്ടെ, നീ ദൈവസന്നിധിയിൽ ഉള്ള വ്യക്തിയാണെങ്കിൽ, ദൈവത്തോടൊത്താണ് യാത്ര ചെയ്യുന്നത്, എന്താണ് നിനക്കറിയാം? സൺഡേയും മൺഡേയും ഒക്കെ കർത്തൃ ദിവസം, ദൈവത്തെ ആരാധിക്കുന്ന ദിവസം, ആ സമയത്ത് എന്ത് അരുമശിഷ്യൻ യോഹന്നാൻ ആത്മാവിലായി, ആത്മവിവശതയിലായി. ദൈവത്തെക്കുറിച്ചുള്ള ദാഹമുണ്ടായി, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായി. അയ്യോ, ഇന്ന് ആരാധിക്കേണ്ട ദിവസമാണല്ലോ. അവന്റെ പ്രശ്നങ്ങൾ അവൻ മറന്നു, അവന്റെ വിഷയങ്ങൾ അവൻ മറന്നു, അവനിരിക്കുന്ന അവസ്ഥ പോലും അവൻ മറന്നു. അവന് ദൈവത്തോടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു വിശ്വാസി, ഇതാണ് ഒരു ഭക്തൻ. പ്രിയമുള്ളവരെ, 2 ദിനവൃത്താന്തം 20:10 കാണുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയ്ക്ക് വേണ്ടി, ഒരു വലിയ യഹോശാഫാത്തിന്റെ കാര്യമാണ്. ഒരു വലിയ സേന കടന്നു വരികയാ, തന്നെ ഒതുക്കാൻ, ഇല്ലാതാക്കാൻ, തകർക്കാൻ. പ്രിയമുള്ളവർ, അവൻ ഭയന്നില്ല. 20-ാം അധ്യായം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹൂദ പുരുഷന്മാർ അവരുടെ ദേശത്ത് മൊത്തം ഉപവാസം പ്രഖ്യാപിക്കുക. 20:17 വരുമ്പോൾ കാണുന്നത്, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, യഹോവ നിങ്ങളുടെ കൂടെയുണ്ട്. എന്ത് പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, ഏത് ഭാരം കടന്നു വരട്ടെ. ചിലർക്കാണ് ഉറക്കമില്ല, രാത്രിയിൽ പോലും 2 മണിക്ക് 3 മണിക്കൊക്കെ ഇങ്ങനെ കണ്ണു തുറന്നാ കിടക്കുന്നത്. ചിലർക്ക് സമാധാനമില്ല, ഏത് സമയത്തും ടെൻഷൻ, ഏത് സമയത്തും പ്രശ്നം. പ്രിയരേ, നിന്റെ ഏത് പ്രശ്നം നിന്റെ മുന്നിൽ വന്ന് നിന്നെ അധൈര്യപ്പെടുത്തുമ്പോൾ, നിന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ, നീ ചെയ്യേണ്ട യഹോശാഫാത്ത് ചെയ്തതുപോലെ നീ ദൈവസന്നിധിയിലേക്ക് വാ, കടന്നു വാ, മടങ്ങി വാ. ദാനിയേൽ എങ്ങനെയാ ചെയ്യുന്നത്? ഇവിടെ നോക്കുക, പ്രതിസന്ധികൾ നാം എന്ത് ചെയ്യണം? ഭയപ്പെടരുത്. നിന്റെ കൂടെ ആരാ? ലോകം കാണത്തില്ല, പക്ഷേ നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നീ നിന്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണം. ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണെന്നുള്ള ചിന്ത നിനക്ക് ഉണ്ടാകണം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, പ്രതിസന്ധികളിൽ നമ്മുടെ വിശ്വാസം, പ്രിയമുള്ളവരെ, പരീക്ഷിക്കപ്പെടുകയാണ്. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ അളക്കുന്നത്. അവിടെയാണ് വിശ്വാസത്തിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. ആ പ്രതിസന്ധികളിൽ നാം എന്താണ് ചെയ്യുന്നത്? ഇതാണ് കർത്താവ് നോക്കുന്നത്. എന്നാൽ വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്കറിയാം, പ്രതികൂലങ്ങൾ ഓരോന്നായി മാറി നമുക്ക് കാണാൻ കഴിയും. നമുക്ക് തന്നെ അത്ഭുതം വരും, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ മാറിയെന്ന് നമ്മൾ ചിന്തിക്കും. നമുക്കറിയാം, പ്രതിസന്ധികൾ ദൈവത്തിന്റെ സ്നേഹവും അവന്റെ കരുതലും നമുക്ക് ഓരോന്നായി കാണാൻ കഴിയും. നമുക്കറിയാം, ഇവിടെ കർത്താവിന് ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. കർത്താവിനെ വരവരച്ച് നിർത്താൻ പറ്റില്ല. കർത്താവിന് ബൗണ്ടറി ഒന്നുമില്ല. ഏത് പ്രശ്നങ്ങളിലും കർത്താവ് ഏത് സമയത്തും കടന്നു വരും. നമുക്കറിയാം, കർത്താവ് ഉയർത്തതിന് ശേഷം ശിഷ്യന്മാരെ എല്ലാവരും ഭയപ്പെട്ടു.
കാരണം കർത്താവും കൂടെയില്ല. അവരെന്തെടുത്തു? ഒരു മാളിക മുറിക്കകത്തിരുന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ആ അടച്ചിട്ടിരുന്ന ആ മുറിക്ക് ഉള്ളിൽ കടന്നു വന്നു. അതിന് ലോക്കിന്റെ താക്കോലിന്റെ ആവശ്യമൊന്നുമില്ല കർത്താവിന് കടന്നു വരാൻ. കർത്താവ് ഉള്ളിൽ കടന്നു വന്നു. അതാണ് നമ്മുടെ കർത്താവ്. നിന്റെ പ്രതിസന്ധി കർത്താവിന് അറിയാം, നിന്റെ വിഷയം കർത്താവിന് അറിയാം. അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നീ കരയുമ്പോൾ, നീ ദുഃഖിക്കുമ്പോൾ, നീ ടെൻഷൻ എടുക്കുമ്പോൾ കർത്താവ് നിന്നെ അറിയാം. അവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നോക്കുക, ദാനിയേലിന്റെ ജോലി എവിടെ? കൊട്ടാരത്തിലാണ്. എന്നാൽ രാജാവിന്റെ പല സ്വപ്നങ്ങളെയും വ്യാഖ്യാനിക്കാനുള്ള ജോലി കൂടി അവന് ലഭിച്ചിരുന്നു. രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുമ്പോഴും രാജാവിനോട് കൂടെ പ്രിയമുള്ളവനായിരുന്നു ആര്? രാജാവിന്റെ അടുത്തുള്ളവനായിരുന്നു ആര്? ഈ ദാനിയേലിനെ രാജാവിന് ഇഷ്ടമാണ്. പക്ഷേ കിങ്കരന്മാർക്കും മറ്റ് കോർട്ടിയേഴ്സ്, മറ്റ് ജോലിക്കാർക്കൊന്നും ദാനിയേലിന് ഇഷ്ടമല്ല. അവരുടെ ജോലി എന്ന് പറഞ്ഞ് ദാനിയേലിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ഇവിടെ നമുക്കറിയാം, ഇവിടെ നെബൂഖദ്നേസറിന്റെ ശേഷം അവിടെ കടന്നു വന്ന ആളാണ് ബേൽശസ്സർ രാജാവായി. പിന്നീട് നമുക്കറിയാം ദാര്യാവേശ് രാജാവായി. എന്നാൽ രാജകൊട്ടാരത്തിലെ മുഴുവൻ ഉപദേശകരുടെയും ചുമതല അപ്പോഴും ദാനിയേലിനായിരുന്നു. രാജാക്കന്മാർ മാറും, ഉദ്യോഗസ്ഥന്മാർ മാറും, പക്ഷെ ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. നിന്നിലൊരു വിശ്വാസമുണ്ട്. അതാ നോക്ക, നെബൂഖദ്നേസറിന് ശേഷം വന്ന രാജാക്കന്മാരുടെ ബേൽശസ്സർ, ദാര്യാവേശ് ഇവരൊക്കെ കടന്നു വന്നപ്പോഴും ദാനിയേലിന്റെ ഡ്യൂട്ടിക്ക് ഒരു മാറ്റവുമില്ല. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. പ്രിയമരെ, അവിടെ നമുക്കറിയാം ദാനിയേലിൽ അവനിൽ ദൈവത്തിന്റെ ഒരു എക്സലന്റ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു, ഒരു കൃപയുണ്ടായിരുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഒരു ഗ്രേസ്, ഒരു കൃപ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, എന്ത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും നിനക്ക് ഒരു തകർച്ച ഉണ്ടാവില്ല. അവിടെയൊക്കെ നീ രക്ഷപ്പെടും. അവിടെയൊക്കെ നീ രക്ഷപ്പെടുന്നത് കാണാൻ കഴിയും. ലോകം നിന്നെ നോക്കും. ചിലർ പറയും, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും നീ തകർന്നില്ലല്ലോ. കാരണം എന്താ? നിന്റെ കൂടെ ദൈവം ഉണ്ട്. അതാണ് കാരണം. ഇവിടെ അറിയാം, ശത്രു ദാനിയേലിന്റെ വിശ്വാസത്തെ എന്തെടുക്കുന്നു? ചോദ്യം ചെയ്യുവാൻ തുടങ്ങുകയാണ്. ദാനിയേൽ ദൈവത്തിലുള്ള ആഴത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു വിശ്വാസം ദാനിയേലിനുണ്ടായിരുന്നു. 6-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, രാജാവേ, 30 ദിവസത്തേക്ക് നിനക്ക് വേണ്ടി യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിലിടം എന്നുള്ള എഗ്രിമെന്റ് മുന്നേ കിടക്കുകയാണ്. അതിനെ ആ കാഗസിൽ, ആ കടലാസിൽ, ആ ബോണ്ട് പേപ്പറിൽ രാജാവ് ഒപ്പുവെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ദ ക്ലവർഫുൾ ഡിക്രി വാസ് ബ്രോട്ട് ടു ദി കിങ് that no one else was to be worshipped other than the king. രാജാവിനെ അല്ലാതെ മറ്റാരെയും വർഷിപ്പ് ചെയ്യുവാൻ കഴിയില്ല, ആരാധിക്കുവാൻ കഴിയുന്നുള്ളത് എഗ്രിമെന്റ്. എന്നാൽ ദാനിയേൽ തന്റെ ഭവനത്തിൽ തന്റെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതായി ശത്രുക്കൾക്ക് അറിവ് കിട്ടി. അവർ ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് എന്തെടുക്കുന്നറിയാമോ? ദാനിയേലിനെ ഒബ്സർവ് ചെയ്യായിരുന്നു. ദാനിയേൽ എന്താണ് ചെയ്യുന്നത്? അവർ നോക്കിയപ്പോൾ ദാനിയേൽ വീട്ടിലൊക്കെ പോയി. പക്ഷേ അവിടെ ചെന്നപ്പോഴും ദാനിയേൽ തന്റെ ദൈവത്തെ പാടി സ്തുതിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. രാജാവിന്റെ നിയമത്തെ, അതിന്റെ അർത്ഥം ദാനിയേൽ ലംഘിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദാനിയേൽ മരണശിക്ഷയ്ക്ക് യോഗ്യനായി. സിംഹത്തിന്റെ ഗുഹയിലിടുക എന്നുള്ളതാണ് അടുത്ത രീതി, അടുത്ത പണിഷ്മെന്റ്. ദാനിയേൽ not only survived but was found to be without injury. പക്ഷേ അവർക്കറിയത്തില്ല അവർ ചെയ്യുന്ന ദാനിയേലിനെതിരായിട്ടാണ്. കാരണം ദൈവം ദാനിയേലിന്റെ കൂടെയുണ്ട്. നമുക്കറിയാം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ വിടുവിപ്പാൻ ദൈവം തന്നെ ഒരു മനുഷ്യപുത്രനായി അവരുടെ കൂടെ 4ാമതായി തീക്കുള്ളിൽ കടന്നു വന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സിംഹക്കുഴിയിൽ വിടുവിക്കുവാൻ ആ ദൈവത്തിന് കഴിയും. നമ്മൾ വിശ്വസിക്കണം. ദാനിയേൽ പറഞ്ഞു, ദൈവത്തിന്റെ ദൂതൻ വന്ന് സിംഹത്തിന്റെ വായ അടച്ചു. ദാനിയേലിനെ പിടിച്ച് കുഴിയിലൊക്കെ ഇട്ടു, സിംഹക്കുഴിയിലിട്ടു. ഒരു വിശന്ന് വലയുന്ന ഒരു സിംഹം, അതിന് 10 ദിവസം കഴിച്ചാലും അതിന്റെ വയറിന് അറിയത്തില്ല. പക്ഷേ അന്ന് ദാവീദ് ദാനിയേലിനെ ഇട്ടപ്പോൾ ദൈവം തൊടുത്തു.
ദൈവം കടന്നു വന്ന് ആ സിംഹത്തിന്റെ വായടച്ചു. ഇവിടെയാണ് പ്രശ്നം. നിനക്ക് വിശ്വാസമുണ്ടോ? നീ ഇന്ന് ഏത് വിഷയത്തിലാ കഷ്ടപ്പെടുന്നേ, വ്യാകുലപ്പെടുന്നത്? നിന്റെ ആ പ്രശ്നത്തിൽ പരിഹാരവുമായി അതാ ശത്രുവിന്റെ വായടച്ചു ദൈവം. ദാനിയേൽ മാത്രമല്ല, രാജാവ് ഉൾപ്പെടെ മറ്റു ജീവിതങ്ങളും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നായിട്ട് നമ്മളോട് കാണുകയാണ്. ഇവിടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. ദാനിയേൽ തകർന്നില്ല. അവിടെ രാജാവ് മാത്രമല്ല, അത് കണ്ടവരെല്ലാവരും ദൈവത്തിങ്കിലേക്ക് കടന്നു വരിക. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി കടന്നു വരുമ്പോൾ അത് മറ്റ് നെയ്ബേഴ്സിന്, നിന്റെ അയൽവക്കത്തുള്ളവർക്കും അത് അനുഗ്രഹമായി മാറും. അവരും നിന്നെ നോക്കും. പക്ഷെ നീ തകർന്നാലോ, നീ വിശ്വാസം പുറകോട്ട് പോയാലോ, നീ മൂലം വിശ്വാസം പലരുടെയും നശിക്കും. അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കുക. നീ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിന്നെ നീ ഒരു മിററാണ്, നീ ഒരു കണ്ണാടിയാണ്. നിന്നെ നോക്കുന്ന മറ്റുള്ളവരോട് നീ മനസ്സിലാക്കണം. ഏത് പരിസ്ഥിതിയിലും പ്രിയമുള്ളവരെ, വിടുവിക്കാൻ ഒരു ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ എന്തെടുക്കണം? നാം പതറരുത്, നാം തകരരുത്, അവിടെ ഉറച്ചു നിൽക്കണം. ഞാൻ ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ ഒരു സീൻ കണ്ടു. എന്താണെന്നറിയാമോ? ഒരു കുടുംബം 5 പേരുണ്ട്. 5 പേരും അവര് നദി കാണാൻ വന്നവരാ. അപ്പം വെള്ളപ്പൊക്കമൊന്നുമില്ല. 1-2 പുരുഷന്മാരും ബാക്കിയെല്ലാം സ്ത്രീകളാ. എന്ത് സംഭവിച്ചെന്നറിയാമോ? 2 പേർ പെട്ടെന്ന് തന്നെ മലവെള്ളപ്പാച്ചിലുണ്ടായി. വെള്ളം ഇങ്ങോട്ട് ശക്തമായിട്ട് വരികയാണ്. 2 കുഞ്ഞുങ്ങൾ അവർ കൈവിട്ടുപോയി. ഒരാൾ ഒളിച്ചു പോയി, ഒരാൾ രക്ഷിക്കാൻ മറ്റേ ആളും പിടിവിട്ടുപോയി. അത് കഴിഞ്ഞ് 3-ാമത്തെ ആൾ പോയി, 4-ാമത്തെ ആളും പോയി, 5-ാമത്തെ ആളും പോവുകയാണ്. പ്രിയരെ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയമുള്ളവർക്ക് അത് വളരെ ദുഃഖകരം ആയിട്ട് തോന്നും. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ വിടുവിക്കുവാൻ അവൻ ശക്തനാണ്. അവൻ എങ്ങനെ കടന്നു വരുന്നുള്ളതാണ് പ്രശ്നം. സിംഹത്തിന്റെ വായിലോട്ട് അവനെ എറിയുകയാണ്. ദൈവം എന്തോർത്തു? ദൈവം ആ സിംഹത്തിന്റെ വായ അടക്കിയ. ഇതിനകത്ത് ഒരു 4 പോയിന്റ്സ് ആൻഡ് ഷോർട്ടാണ് നിങ്ങളോട് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, ഇഫ് യു ഫിൽ ഗോഡ് അസോസിയേഷൻ അഗൈൻസ്റ്റ് യു വിൽ ബി പ്രൂവൺ ഫോൾസ്. അതായത് നാം ദൈവത്തെ പിൻപറ്റുമ്പോൾ എത്ര ആരോപണങ്ങൾ വന്നാലും ഒടുവിൽ പ്രിയമുള്ളവരെ അത് വ്യാജമെന്ന് തെളിയും. നീ ദൈവമായതല്ല. നിന്നെക്കുറിച്ച് ഏഷണിയും നുണകളും ആരോപണങ്ങളൊക്കെ മനുഷ്യൻ പറയും. പക്ഷേ നിന്റെ വിശുദ്ധിയെ ദൈവത്തിനറിയാം. നീ ഇന്നല്ലെങ്കിൽ നാളെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നീ മാറും. ഇന്ന് തള്ളിയ ജനം നാളെ നിന്നെ പ്രൈസ് ചെയ്യും. ഇവിടെ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത് രാജാവ് ദാനിയേലിനെ പ്രശംസിക്കുക. ദാനിയേലിന് കൊട്ടാരത്തിൽ സ്ഥാനക്കയറ്റം ലഭിച്ചു എന്നുള്ള വാർത്ത ശത്രുക്കൾക്ക് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുന്നതിൽ ദേശാധിപതികൾ അവന് വിരോധമായി ഇറങ്ങിയ. നിന്നെ ദൈവം മുന്നോട്ട് വളർത്തുമ്പോൾ, നിനക്ക് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ, ഇന്ന് നിന്നെ കളിയാക്കിയ പരിഹസിച്ച ശത്രുക്കളുണ്ടല്ലോ, അവർ സഹിക്കൽ, അവർ മുന്നോട്ട് കടന്നു വരും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രിയമുള്ളവരെ, എന്തൊക്കെ പ്രശ്നങ്ങൾ എതിരാളികൾ കൊണ്ടുവന്നാലും അതൊന്നും നിനക്ക് എതിരായിട്ട് ഫലിക്കില്ലെന്ന് നീ മനസ്സിലാക്കണം. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് മടങ്ങി ലഭിക്കും. ഇന്നത്തെ നിന്റെ അപമാനങ്ങൾ, ഇൻസൾട്ട്, ഇന്നത്തെ നിന്നെ തകർക്കുന്ന ഓരോ കാര്യങ്ങൾ, നിന്റെ നഷ്ടങ്ങൾ എന്തുമാവട്ടെ, അതിന്റെ മടക്കി തരുവാൻ ദൈവത്തിന് കഴിയും. നമുക്കറിയാം, ഇവിടെ മോർദെഖായിക്കെതിരായിട്ടൊരു കഴുമരം. പക്ഷേ അതുണ്ടാക്കിയ ഹാമാന് തന്നെ അത് വിനയായിട്ട് വരികയാണ്. നിനക്കെതിരായിട്ട് ആർ എന്തെല്ലാം ചെയ്യുന്നുവോ, പ്രിയമുള്ളവരെ, നിന്റെ വിശ്വാസത്തിന്റെ മുൻപോട്ട് പോയാൽ നാളെ നിനക്ക് കാണാൻ കഴിയും വിജയം നിന്റേതാ. നിന്റെ ശത്രു നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകാൻ ഇടവരും. 2-ാമത്തെ പോയിന്റ്, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, നെവർ ഗീവ് അപ്പ് ഓൺ ഇൻ ഗോഡ്. എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ തള്ളുന്ന ഒരു അനുഭവം ഉണ്ടാകരുത്.
നീ ആശിക്കുന്ന നടക്കത്തില്ല, നീ പ്രതീക്ഷിക്കുന്ന ഒരു പക്ഷെ നടക്കില്ല. പക്ഷേ ദൈവത്തിന്റെ ഹിതമാണ് നീ മനസ്സിലാക്കി നീ പുറകോട്ട് പോകാതെ എന്ത് ചെയ്യണം? നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. ഇവിടെ ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് പ്രിയമുള്ളവരെ. രാജാവിനെ മാത്രം ആരാധിക്കണമെന്നുള്ള തീരുമാനം വന്നപ്പോൾ ദാനിയേൽ എന്തെടുക്കുന്നു? പ്രാർത്ഥിക്കാൻ ഭവനത്തിൽ പോയി. ശത്രുവിന്റെ ആയുധം ഫലിക്കില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശക്തമായി വിശ്വാസത്തോട് ഉറച്ചു പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ശ്വാസം ലഭിക്കും, വിടുതൽ കാണാൻ കഴിയും. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ വിടുതൽ, നിനക്ക് സൗഖ്യം കാണുവാൻ കഴിയും. ഇവിടെ ദാനിയേൽ 3 പ്രാവശ്യം തന്റെ ഭവനത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. അനിൽ ഭയപ്പെട്ടില്ല. ഇവിടെ മുട്ടിൽമേൽ നിന്ന് അവൻ ആരാധിക്കുക. അവൻ അറിയാൻ പ്രശ്നം മുന്നേ വന്ന് ശത്രു നൃത്തം ചെയ്യുക. പക്ഷെ ശത്രുവിനെ കണ്ട് ഭയപ്പെടാതെ അവൻ മുട്ടിൽമേൽ നിന്ന് ആരാധിക്കുക. എന്ത് സംഭവിച്ചു? അവൻ ദൈവത്തെ ആരാധിക്കുക. അവൻ ദൈവത്തിന് വേണ്ടി അവൻ വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. അവൻ എന്ത് പ്രശ്നം വന്നാൽ ദൈവത്തെ ഉപേക്ഷിക്കുന്ന കാര്യമില്ല. മറ്റൊരു പോയിന്റ്, ഇഫ് യു ഗെറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് യു നെവർ നോ who will be impacted. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നീ വിശ്വസ്തനാകുമ്പോൾ നീ അനുഭവിക്കുന്ന ദോഷങ്ങൾ നീ അറിയാതെ തന്നെ മാറിപ്പോവും. ഇന്ന് നീ ഏത് പ്രശ്നത്തെ ഭയപ്പെടുന്നുവോ, ഭാരപ്പെടുന്നുവോ? നമുക്കറിയാം, ഇവിടെ രാജാവ് സിംഹത്തിന് കുഴിയിലിട്ടു. രാജാവ് അന്ന് രാത്രി ഉറങ്ങിയില്ല. അവൻ അസ്വസ്ഥനാണ്. ദാനിയേലിന്റെ മരണം അവന് ചിന്തിക്കാൻ പോലും രാജാവിന് കഴിയുന്നില്ല. രാജാവ് അവനെ രക്ഷിക്കാനുള്ള മുഴുവൻ സാധ്യതകളും ചെയ്യുകയാണ്. നമുക്ക് രാജസന്നിധിയിൽ ചെന്ന് ഉപവസിക്കുക. രാജാവ് പോലും ഉപവസിക്കുക. അവന്റെ വിശ്വാസം, രാജാവിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുക. രാജാവ് പോലും രാത്രി ഉറങ്ങാതെ ഉപവസിക്കുക. രാജാവ് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ദാനിയേൽ ഒരു ആപത്തും വരരുതേ എന്ന് പ്രാർത്ഥിക്കുക. രാജാവ് രാത്രി ഉറങ്ങിയില്ല പ്രിയമുള്ളവരെ. നേരം പുലർന്നു. രാജാവ് വിളിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേലേ എന്നൊറ്റ വിളിച്ചു. ഉടനെ മറുപടി ലഭിക്കുക, രാജാവേ, നിനക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അവിടെ ദാനിയേലിന് പറഞ്ഞ മറുപടിയാണ്, രാജാവേ, നിനക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ. ആ ദാനിയേലിന്റെ വിശ്വാസം പ്രിയമുള്ളവരെ നമുക്കറിയാം രാജാവിനും മറ്റുള്ളവർക്കും ഗുണകരമായി. അവർ വലിയ വിശ്വാസം വർദ്ധിക്കുക. 6:16 വായിക്കുമ്പോൾ, ഇവർ ഗോഡ് ഹും യു സെർവ് കണ്ടിന്യൂസ്ലി ഹി വിൽ ഡെലിവർ യു. അവൻ നിന്നെ വിടുവിച്ചു, അവൻ നിന്നെ വിടുവിക്കും. നിന്റെ ദൈവം, നിന്റെ വിശ്വാസം, നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് ദാനിയേലിനോട് രാജാവ് പറയുക. നമുക്കറിയാം, ശിക്ഷ വിധിച്ചപ്പോഴും അത് ഒരു സൗഖ്യമായി ഏറ്റെടുക്കുവാൻ ദാനിയേൽ തയ്യാറായി. അതാണ് കുലുങ്ങാത്ത വിശ്വാസം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ വിശ്വസിക്കുമ്പോൾ, നമ്മൾ വിശ്വസിച്ചു, നമ്മൾ നേടി, നമുക്കത് ലഭിച്ചു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. എനിക്കറിയാവുന്ന ഒരു സഹോദരി ജയ്പൂരിലുണ്ട്. അവർ 10, 28, 30 വർഷം അവർ വന്നപ്പോൾ ഒന്നുമില്ല. അവർ ജയ്പൂരിൽ ചെന്ന് ഒരു വാടക വീടെടുത്തു. അവരടുത്തുള്ള സ്ഥലമെല്ലാം പ്രാർത്ഥിച്ച് അതിൽ നാണയം എറിയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അത്ര വിശ്വാസം തോന്നിയില്ല. ഞാൻ ചിന്തിച്ചു, അവരെന്താണ് ചെയ്യുന്നത്. പറയട്ടെ, 28 വർഷം കഴിഞ്ഞപ്പോൾ ആ അടുത്തുള്ള സ്ഥലമെല്ലാം അവരുടെ സ്വന്തമായി. അവർ വിശ്വസിച്ചു. പലപ്പോഴും ഞാൻ അവർ വിസിറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം, എനിക്കെന്നെ അത്ഭുതം, ഇപ്പോഴും എൻ്റെ അത്ഭുതം മാറിയിട്ടില്ല. പ്രിയമുള്ളവരെ, ദൈവം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ നമുക്ക് കഴിയില്ല. ഇവിടെ പരീക്ഷണങ്ങളിൽ, പ്രശ്നങ്ങളിൽ, അതേ നമ്മുടെ രോഗങ്ങളിൽ എന്തെടുക്കണം? വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്കണം. അവിടെയാണ് ദൈവം നിന്നെ പരീക്ഷിക്കുന്നത്. ദൈവത്തിന്റെ പരീക്ഷയാ, ഹാഫ് ഇയർലി എക്സാമിനേഷൻ പോലെ അല്ലിത്. ദൈവത്തിന്റെ പരീക്ഷയാ. ദൈവം ടെസ്റ്റ് ഇടുകയാ. ദൈവം ടെസ്റ്റ് ഇട്ട് നോക്കും നീ തകരുന്നുണ്ടോന്ന്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ അപ്പോഴും മുറുകെ പിടിപ്പിക്കണം. യുവർ പ്രേയേഴ്സ് ഫോർ അതേഴ്സ് ഇൻ ഹാർഡ്ഷിപ്പ് ആർ ഹേഡ് ദ ഗോഡ്. കഷ്ടങ്ങളിൽ, കഠിന സമയങ്ങളിൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന ദൈവം കേൾക്കും.
യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യോബിന്റെ അവസ്ഥ നമുക്കറിയാം. 10 കുഞ്ഞുങ്ങളും മരണപ്പെട്ടു, പ്രോപ്പർട്ടി എല്ലാം നഷ്ടപ്പെട്ടു, കൂട്ടുകാരെല്ലാം വിട്ടിട്ട് പോയി. എന്നാൽ തൻ്റെ സ്നേഹിക്കുന്ന ഭാര്യ പോലും പറഞ്ഞു, നീ ഇനിയെങ്കിലും ഈ ദൈവത്തെ ഉപേക്ഷിക്കാൻ പറയും. എന്നാൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രാർത്ഥനയല്ല യോബിൻ്റെത്. യോബ് തന്റെ പ്രാർത്ഥനയുടെ മെതേഡൊന്ന് മാറ്റി. യോബോട് പ്രാർത്ഥിക്കാൻ, തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? നഷ്ടപ്പെട്ടതെല്ലാം ലഭിക്കുക, നഷ്ടപ്പെട്ടതിനെല്ലാം ഇരട്ടി ലഭിച്ചു. പക്ഷെ കുഞ്ഞുങ്ങൾ 10 പേര് മരിച്ചു, 10 കിട്ടിയുള്ളൂ. കാരണം ആ മരിച്ച 10 പേര് സ്വർഗത്തിലാണ്, കർത്താവിൻ്റെ മടിയിലുണ്ട്. പ്രിയമുള്ളവർ, ഇതാണ് വിശ്വാസം. നമ്മുടെ വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ, നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകും. പ്രിയമുള്ളവരെ, ദാനിയേലിന്റെ വിശ്വാസം നമുക്കറിയാം. മറുവശത്ത് രാജാവിന്റെ കൽപ്പനയെ അവൻ ലംഘിക്കൂടിയാണ്. രാജാവ് രാജകൊട്ടാരത്തിൽ ദാനിയേലിട്ട ശേഷം രാജാവ് രാത്രി ഉറങ്ങിയില്ല, രാജാവും പ്രാർത്ഥിച്ചു. നമുക്കറിയാം രാജാവിന്റെ ചിന്തയിൽ നമുക്കറിയാം ഡെലിവറിക്കും കർത്താവ് അവനെ വിടുവിക്കുക. കർത്താവ് പ്രാർത്ഥന കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, 6:12 പറയുന്നത്, ഐ ഹാവ് ഡൺ നോ റോങ് ബിഫോർ യു. അവൻ പറയാണ്, ഞാൻ എതിരായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ദാനിയേലിന്റെ വഴികളെല്ലാം ക്ലിയറാണ്. ഇവിടെ നമുക്ക് രാജാവിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടെന്ന് അറിയാമോ? ഗോഡ് ഓഫ് ഡേവിഡ് വാസ് the only one God to worship, and his kingdom was one not to be destroyed. ഇവിടെ പറയുന്നത്, ദാനിയേലിന്റെ മുമ്പിൽ വെച്ച് രാജാവ് ഒരു വലിയ പ്രഖ്യാപനം ചെയ്യുക. എന്ത് ആ പ്രഖ്യാപനം? ഞാൻ തീർപ്പ് കൽപ്പിക്കുന്നു, അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാണ് എന്ന് അവിടെ നെബൂഖദ്നേസർ പ്രഖ്യാപിക്കുക. രാജാവിന്റെ പ്രഖ്യാപനം. പ്രിയമുള്ളവരെ, നിനക്കറിയാം, വടക്കേന്ത്യയിൽ ഇന്ന് പല പീഡനങ്ങളും നടക്കുക, പല പ്രശ്നങ്ങൾ, പല ഇന്നസെന്റ് ആയിട്ടുള്ള കർത്തദാസന്മാർ ജയിലിട്ടിരിക്കുക. ഒരു കർത്തദാസനും ഭാര്യയ്ക്കും 5 വർഷത്തെ കഠിന തടവ കൊടുത്തിരിക്കുന്നത്. വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ നടക്കുക. ഭരണകർത്താക്കൾ പോലും എതിരാണ്. ഇവിടെ നമുക്കൊരു പോയിന്റ് പറഞ്ഞ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഓൺലി ദ ഇമ്പോസിബിൾ ക്യാൻ ഹാപ്പൻ വിത്ത് ഗോഡ്. ദൈവ അസാധ്യങ്ങളെയാണ് സാധ്യമാക്കുന്നത്. നമുക്കറിയാം, ഇവിടെ രാജാവ് കടന്നു വരിക. രാജാവ് പ്രാർത്ഥിച്ച് രാത്രി ഉപവസിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ രാവിലെ ആ ദാനിയേലിന്റെ ആ സിംഹക്കുഴിയുടെ ഗേറ്റിലേക്ക് കടന്നു വന്നപ്പോൾ ദാനിയേൽ പറയാണ്, രാത്രി ദൈവത്തിന് ദൂതൻ വന്നിരുന്നു. സിംഹങ്ങൾ എനിക്ക് എൻ്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് ആ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു എന്നവിടെ പറയുക. രാത്രി ആര് കടന്നു വന്ന? ദൈവത്തിന്റെ ദൂതൻ വന്നു. അതൊരു കൊച്ചു പയ്യൻ കിടന്ന് ഉറങ്ങുക. ആരെന്നറിയാമോ? ശമൂവേൽ. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ദൈവം വിളിക്കുക, ശമൂവേലേ ശമൂവേലേ. ആദ്യം അദ്ദേഹം അടുത്ത് കിടക്കുന്ന ഏലി പുരോഹിതനാണ്. പക്ഷെ ഏലി പുരോഹിതൻ പറഞ്ഞു, മോനെ ഞാനല്ല. സാക്ഷിപ്പെട്ടകത്തിന്റെ അടുത്താണ് ഈ മോൻ കിടക്കുന്നത്, ബാലൻ കിടക്കുന്നത്. നിന്റെ രാത്രി, നിന്റെ പകലുള്ള ജീവിതം, നീ ദൈവമായിട്ട് ഒന്നിച്ച് പോകുമ്പോൾ ദൈവമായിട്ട് നിനക്ക് സംസർഗം ഉണ്ടാകാൻ കഴിയും. ദൈവം നിന്റെ ആവശ്യങ്ങളെ കാണും. നിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ ദൈവം മാറ്റും. ഏത് വിഷയങ്ങളെയും മാറ്റും, ഏത് പ്രശ്നങ്ങളെയും മാറ്റും. അങ്ങനെ ശക്തനായ ഒരു ദൈവത്തിലാണ് പ്രിയമുള്ളവരെ നാം വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അസാധ്യ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഓർക്ക് നടക്കത്തില്ലെന്ന്, നമ്മൾ ഓർക്ക് ഇതൊന്നും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. എന്നാൽ ആ വിഷയത്തിൽ പ്രിയമുള്ളവരെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇവിടെ സിംഹക്കൂട്ടിൽ സിംഹങ്ങൾ വായടച്ചു. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദാനിയേലിനെ ഉപദ്രവിച്ചില്ല. വന്യമൃഗങ്ങൾ ദാനിയേലിന്റെ ഉറ്റ സ്നേഹിതരായി മാറുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ടതിന് ശേഷം കനാനിലേക്കുള്ള യാത്രയിൽ അവരുടെ വഴിയിൽ, രസ്തയിൽ എന്തോന്നില്ല ചെങ്കടലുണ്ട്. വെള്ളം കണ്ടവർ ഭയപ്പെട്ടു. ദൈവം തൊട്ടറിയാമോ? ദൈവം ചെയ്തത്
അവർ ഏത് വിഷയത്തെ ഭയപ്പെട്ടുന്നുവോ ആ വിഷയത്തെ അവർക്ക് അനുകൂലമാക്കി അത് മതിലാക്കി മാറ്റി. ഇപ്പം നിങ്ങൾ ചങ്കടം നോക്കിക്കേ, ഒരു നല്ല എക്സ്പ്രസ് വേയാ, അതിൻ്റെ ഇടയ്ക്കൂടെ ദൈവം ഉണ്ടാക്കി കൊടുത്ത വഴിയാ. ഇരുവശത്തും മതിലാ, പക്ഷെ മതിലും വെള്ളമാ. ദൈവം അവർക്ക് വേണ്ടി ആ വെള്ളത്തെ അനുകൂലമാക്കിയെന്നർത്ഥം. നീ ഏത് വിഷയത്തെ ഭയപ്പെടുന്നുവോ ആ വിഷയത്തെ അനുകൂലമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നാം വിശ്വസിക്കണം. തകരാനല്ല, തളർന്നു പോകാനല്ല, നിരാശരാകാനല്ല, മറിച്ച് നീ ആ വിഷയത്തുമായിട്ട് വീണ്ടും നേരിക്കേ. നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മാറിയിരിക്കാതെ ഒന്നുകൂടെ പ്രാർത്ഥിക്കേ. മറുപടി ദൈവം തരാൻ പോകുകയാണ്. പ്രിയമുള്ളവരെ, ദ ഇമ്പോസിബിൾ മെയ്ഡ് പോസിബിൾ. അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ദാനിയേൽ അതേ സിംഹത്തിന്റെ കുഴിയിലും സിംഹത്തിന്റെ വായിലും, പ്രിയമുള്ളവരെ, അവിടെ തന്നോടുകൂടി അവിടെയും ദൈവം പ്രവർത്തിക്കുന്ന എന്ന് ഇവിടെ ദാനിയേൽ തെളിയിച്ചു കൊടുക്കുകയാണ്. ദാനിയേലിന്റെ വിശ്വാസം, ആ വിശ്വാസം വർദ്ധിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? രാജാവ് മാത്രമല്ല, മറ്റുള്ളവരും മറ്റ് രാജകൊട്ടാരത്തിലുള്ളവരും ദൈവത്തെ കാണാൻ തുടങ്ങി. നിങ്ങൾ അവിടെ നോക്കിക്കേ, വെള്ളം കോരാൻ വന്ന ശമരിയക്കാരത്തെ സ്ത്രീ ദൈവത്തെ മഷികയെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നാൽ ഇപ്പം വെള്ളമൊന്നും വേണ്ട, അവരെ പാത്രം പോലും വിട്ടിട്ട് അവർ ശകരിപ്പോവുക. സിറ്റിയിൽ പോയ ദൈവത്തെ, ഞാനൊരാളെ കണ്ടിരിക്കുന്നു, നിങ്ങൾ വന്ന് നോക്കീൻ, അത് മഷികയാണെന്ന് തോന്നുന്നു. നോക്കുക, ഇതാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന അത്ഭുതങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന അച്ചീവ്മെന്റ്സ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നന്മകൾ കാണുമ്പോൾ മറ്റുള്ളവരും ദൈവത്തിൽ വിശ്വസിക്കും, അവരും ദൈവത്തെ അന്വേഷിക്കും. ഇവിടെ നമുക്കറിയാം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വരാം. സിംഹക്കുഴി കടന്നു വരാം, അല്ലേ? പത്മോസ് കടന്നു വരത്തില്ലേ? ചെങ്കടൽ കടന്നു വരത്തില്ലേ? ഗോലിയാത്തും ഒക്കെ കടന്നു വരും. പ്രിയമുള്ളവർ, തീച്ചുള കടന്നു വരത്തില്ലേ? എന്തും വരട്ടെ, ഏത് പ്രശ്നം കടന്നു വരട്ടെ, പ്രിയമുള്ളവരെ, സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെ വിശ്വസിക്കണം. അവൻ നമ്മുടെ വഴിയിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവനാണ്. നമ്മുടെ കഷ്ടത മാറും, രോഗം മാറും, കണ്ണുനീർ മാറും. അവൻ കണ്ണുനീർ തുടയ്ക്കുന്നവനാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ദാനിയേലിനെ വിടുവിച്ച ദൈവം നിന്നെയും വിടുവിക്കും, നമ്മയും വിടുവിക്കും. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരലോദ്യമേ സ്വർഗ്ഗസ്ഥനാണ്. കേൾപ്പി നല്ല വചനത്തെ എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേട്ടവർക്ക് അനുഗ്രഹം അറിയാൻ കർത്താവിനെ സഹായിക്കും. ദാനിയേലിനെ വിടുവിച്ച ദൈവം, പ്രശ്നങ്ങളിൽ സിംഹത്തിന്റെ വായടച്ച ദൈവം, പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ ഞങ്ങളെയും വിടുവിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ്. പ്രാർത്ഥന കേട്ട ആസ്വദിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ.